കേരള നദ്വത്തുൽ മുജാഹിദീൻ സംസ്ഥാന പ്രസിഡന്റ് ടി.പി. അബ്ദുള്ള കോയ മദനിയാണ് നമുക്കൊപ്പം ചേരുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് വലിയ തരത്തിലുള്ള സംഭാവനകൾ നൽകിയ ഒരു പ്രസ്ഥാനമാണ് മുജാഹിദ് സംഘടനകൾ. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ ഫറൂഖ് കോളേജ് അടക്കം അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. എന്താണ് വിദ്യാഭ്യാസ കാര്യത്തിൽ പറയാനുള്ളത്? പ്രത്യേകിച്ച് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. എല്ലാ കാര്യങ്ങളിലും പൊതുവിൽ മനുഷ്യൻ്റെ മതവിശ്വാസങ്ങളും അതേപ്രകാരം ജീവിതചര്യകളും ചരിത്രവും അതുമായെല്ലാം ബന്ധപ്പെട്ടൊരു വിഷയമാണ് യഥാർത്ഥം നിങ്ങൾ ചോദിച്ചിട്ടുള്ളത്. കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഒരവസ്ഥ ഒരു 100 വർഷം മുമ്പ്, 100 വർഷം ഇവിടെ ഞാൻ എടുത്തു പറയാനുള്ള കാരണം ഞങ്ങളുടെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ തുടക്കത്തിന് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞു. അതാണ് ആദ്യമായി മുസ്ലിം ഐക്യസംഘം എന്ന ഒരു സംഘടന രൂപീകരണത്തിലൂടെ ഇവിടെ വരുന്നത്. പിന്നെ ഒരു അതിശക്തമായ വിപ്ലവമാണ് ഈ രംഗത്തുണ്ടായിട്ടുള്ളത്. വിശ്വാസ രംഗത്ത്, അതുപോലെ ആചാര രംഗങ്ങളിൽ, സാമൂഹികമായ വളർച്ചയിൽ, ഇതിലെല്ലാം നിർണായകമായ ചുവടുവെപ്പ് അല്ലെങ്കിൽ അതിനുള്ള പടവുകൾ കയറിയിട്ടാണ് ഈ പ്രസ്ഥാനം വരുന്നത്. ഈ പ്രസ്ഥാനത്തിൻ്റെ സാന്നിധ്യം ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ അത്ഭുതപ്പെടുകയാണ്. എത്ര ഇരുളടഞ്ഞത് ആകുമായിരുന്നു ഇന്നത്തെ ഈ സമൂഹത്തിൻ്റെ ഒരവസ്ഥ എന്ന് ഞങ്ങൾ ചിന്തിക്കുകയാണ്. ആ ഒരു സംഘടനയുടെ വളരെ ക്ഷമയോടുകൂടിയുള്ള എല്ലാ പ്രതിബന്ധങ്ങളെയും സഹിച്ചുകൊണ്ടുള്ള ഒരു മാതൃകാപരമായ മുന്നേറ്റമാണ് ഇന്നത്തെ ഈ നവോത്ഥാന ചലനങ്ങൾക്ക് മുഴുവൻ കാരണമായിട്ടുള്ളത്. അതിൽ ഞങ്ങൾ അഭിമാനിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള വിവേചനത്തോടെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനോട് എന്താണ് അഭിപ്രായം? അത് സ്വാഭാവികമായിട്ട് നിങ്ങളിപ്പോൾ ഓർമ്മപ്പെടുത്തിയതുകൊണ്ട് ഞാൻ പറയട്ടെ. മുസ്ലിം സമൂഹത്തിൽ സ്ത്രീകളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെടുകയും ഇടക്കാലത്ത് അത് വളരെ ഇരുളടഞ്ഞ ഒരവസ്ഥയാവുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 50 വർഷങ്ങൾക്ക് മുമ്പ് വിദ്യാഭ്യാസ രംഗത്ത് അക്ഷരജ്ഞാനം പോലും നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു സമൂഹമാണ് പെൺകുട്ടികൾ. അങ്ങനെ ഉള്ള ഒരവസ്ഥയിൽ നിന്ന് അവർ വളർന്നു വന്നതാണ്. ഇന്നത്തെ അവസ്ഥ ആൺകുട്ടികളെ മികച്ച് പെൺകുട്ടികൾ അതിജീവിച്ച് നിൽക്കുന്ന ഒരു യാഥാസ്ഥിക ഭീഷണികളും താക്കീതുകളും വിലപ്പോവാത്ത നിലക്ക് അത് അതിശക്തമായി മുന്നോട്ട് വരികയും എല്ലാ കാര്യങ്ങളിലും അവരവരുടെ പങ്ക് വഹിക്കുകയും ചെയ്യുകയാണ്. ഈ കാര്യത്തിൽ എത്രത്തോളം എന്ന് പറയുമ്പം എഴുത്ത് പോലും പഠിപ്പിക്കാൻ, ഇനി ഒരു പഠനരംഗത്തേക്ക് വന്നിട്ട് പോലും പെൺകുട്ടികളെ എഴുത്ത് പഠിപ്പിക്കൽ ഹറാമാണ് എന്ന് വാക്കിലൂടെ മാത്രമല്ല എഴുത്തിലൂടെ പോലും പ്രമേയങ്ങളിലൂടെ പോലും നടത്തിയവരാണ് യാഥാസ്ഥിക വിഭാഗം. ആ പൗരോഹിത്യത്തിൻ്റെ ഒരു ആധിപത്യത്തിൽ നിന്ന് ഈ സമൂഹത്തെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് ഇന്ന് നിലവിലുള്ള അവസ്ഥ നമ്മൾ പറയേണ്ടല്ലോ. മുസ്ലിം സമൂഹത്തിൽ 100% വിദ്യാഭ്യാസ രംഗത്ത് പെൺകുട്ടികൾ തുല്യ അംഗീകാരം നേടിക്കൊണ്ട് പോവുകയാണ്. ഇത്തരത്തിൽ പിന്തിരിപ്പൻ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകളെ തിരുത്താനുള്ള ശ്രമം മുജാഹിദ് സംഘടനകളുടെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ ഇപ്പോൾ ഇത്തരൊരു പ്രസ്താവന വരുന്ന സമയത്ത് എന്താണ് അവരോട് പറയാനുള്ളത്? അതിന് തിരുത്താനുള്ള ഏത് ശ്രമങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഈ സംഘടന രൂപം കൊള്ളുന്നതിന് മുസ്ലിം ഐക്യസംഘം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ ഭിന്നിച്ചു നിൽക്കുന്നവരെ ഐക്യപ്പെടുത്തുന്നതിൽ മധ്യവർത്തികളായി നിൽക്കാനുള്ള ഒരു കടുത്ത ത്യാഗമാണ് ഞങ്ങളുടെ തുടക്കം തന്നെ. അവിടെ നിന്നിട്ട് വരെയുള്ളത്. ഇപ്പോഴും വളരെയധികം ഈ കാര്യത്തിൽ പിന്തിരിപ്പൻ ആശയങ്ങൾ വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഈ പൗരോഹിത്യമുണ്ട്, അവരുടെ സ്വാധീനവുമുണ്ട്. പക്ഷേ അതിൽ നിന്ന് മുക്തമാണ് സമൂഹം ഒട്ടാകെ. പൊതുവിലുള്ള ചിന്ത അതിനൊക്കെ അതിജീവിക്കാൻ. മതം എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് മാത്രം അതിനെ ഒതുക്കി നിർത്തി ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം സമൂഹത്തോടൊപ്പം സഞ്ചരിക്കുകയാണ്. നേരെ മറിച്ച് ഇവിടെ ഇന്ന് ഈ തടയപ്പെട്ടതും നിരോധനങ്ങളും എല്ലാം പിന്നീട് പൗരോഹിത്യം ഉണ്ടാക്കിയതാണ്. പ്രവാചകൻ്റെ കാലത്ത് പ്രവാചകൻ്റെ അനുയായികളിൽ പുരുഷന്മാരും സ്ത്രീകളും വിദ്യാഭ്യാസ രംഗത്തും പഠന രംഗത്തും എല്ലാ പ്രതിരോധ രംഗങ്ങളിലും മുന്നേറ്റ രംഗങ്ങളിലും എല്ലാം അവരുണ്ടായിരുന്നു.
എന്തിൻ്റെ പേരിലാണെങ്കിലും വിവേചനത്തോടെയുള്ള പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനെ അംഗീകരിക്കുന്നില്ല. അത് തന്നെയാണ് സമസ്തയ്ക്ക് കൊടുക്കാനുള്ള മറുപടി. അതെ തീർച്ചയായിട്ടും ഒരിക്കലും അംഗീകരിക്കുകയില്ല. ഈ സ്ത്രീകളുടെ സംധാരണ ഇപ്പം തന്നെ നിലവിൽ അത് എത്തി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ സാധാരണ ഇപ്പോൾ ഈ ഭൗതിക വിദ്യാഭ്യാസ കാര്യത്തിൽ തടുത്തു നിർത്താൻ വയ്യാത്ത വിധം പ്രബുദ്ധമായിട്ടുണ്ട് സമൂഹവും കുടുംബങ്ങളും. അതിൽ ഇവരിങ്ങനെ പൗരോഹിത്യത്തിൻ്റെ ആധിപത്യം ഇങ്ങനെ സാങ്കല്പികമായി നിലുത്താന്നല്ലാതെ ഈ കൽപ്പന സമൂഹം ഉൾക്കൊള്ളുകയില്ല. ഇവർ ഈ പറയുന്നതൊന്നും തന്നെ സമൂഹത്തിൽ വരെ പോകുന്നുമില്ല. എല്ലാവരും തുല്യമായി പഠിക്കുകയാണ്, വളരുകയാണ്, എല്ലാ സ്ഥാനങ്ങളിലും എത്തുകയാണ്. അപ്പം ഈ ഒരു നിരോധനമുണ്ടായിരുന്നുവെങ്കിൽ, മതത്തിൻ്റെ നിരോധനം ഉണ്ടാകുമായിരുന്നെങ്കിൽ ഇങ്ങനെ 100% വളർച്ച ഈ രംഗത്തുണ്ടാകുമായിരുന്നില്ല. അപ്പോൾ അത് പുരോഹിതന്മാരെ അടക്കം ഉണ്ടാക്കിയ പൗരോഹിത്യം ഉണ്ടാക്കിയതാണ്. അത് വ്യക്തമായി ഞങ്ങൾക്ക് പറയാൻ കഴിയും. സമാധാനപരമായി അവരെ വളർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമമാണ് കേന്നം നടത്തിയിട്ടുള്ളത്. കേന്നമിൻ്റെ ചരിത്രം അതാണ്. ഈ മുസ്ലിം മതത്തിൻ്റെ ആശയങ്ങളെ വികലമായി അവതരിപ്പിച്ചവരെ തുറന്നു കാണിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നാണ് സമസ്ത പറഞ്ഞത്. അത്ര വികലമായ ആശയങ്ങളാണോ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്? ഇന്ന് അത് തിരിച്ചു പറയേണ്ടതാണ്. അത് യഥാർത്ഥത്തിൽ ആരാണ് പറയേണ്ടതെന്നുള്ളത് അവർ ഈ പറയുന്നവർ തന്നെ ചിന്തിക്കണം. കാരണം അവർ പിന്നെ ഈ പണ്ഡിത സഭ ചേർന്ന് പ്രമേയം പാസ്സാക്കിയതാണ് പെൺകുട്ടികൾക്ക് എഴുത്തുവാനും പഠിപ്പിക്കാൻ പാടില്ല എന്ന്. ഇതൊക്കെ ഇവിടെ രേഖയുള്ളതാണ്. അതൊന്നും ഇന്ന് ആരും പറയില്ല. എന്നിട്ട് അവരാണ് പുരോഗമനവും വളർച്ചയും ഉണ്ടാക്കിയതെന്നും മറ്റുള്ളവർ ആണ് പിഴച്ചു പോയവരെന്നും ഒക്കെ പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു വിവാദം വലുതാക്കി അതൊരു കക്ഷിയാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ പലപ്പോഴും ഇതിന് പ്രതികരിക്കാത്തത്, ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പ്രതികരിക്കാത്തത്, ഏതെങ്കിലും നിലക്ക് ഒരു നന്മ സമൂഹത്തിൽ ഐക്യവും യോജിപ്പും ഉണ്ടാകട്ടെ. മറ്റത് ഉത്ബുദ്ധത നമ്മൾ പ്രബോധനത്തിലൂടെ വരുത്തേണ്ടതാണ് എന്ന ആശയമാണ് നമുക്കുള്ളത്. ഒരുപക്ഷെ സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള പ്രധാനപ്പെട്ട വിഷയം CIC-യുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അത് മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അത് തന്നെയാണോ വലിയ തരത്തിൽ വീണ്ടും വീണ്ടും ഉന്നയിക്കപ്പെടുന്നത്? അത് മാത്രമൊന്നുമല്ല, ഇത് ഒരു പിന്നെ വലിയൊരു ഏറ്റുമുട്ടൽ നേരത്തെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നിരുന്നില്ല. സ്വകാര്യമായി ഇത്തരം വാദങ്ങളുള്ള ഇത്തരം ആളുകൾ അത് അടക്കി നിർത്തുകയായിരുന്നു. അവരുടെ വാക്കുകൾക്ക് സമൂഹത്തിൽ വിലയില്ലായിരുന്നു. എന്നാൽ ഇന്ന് താല്പര്യങ്ങൾക്ക് വേണ്ടി ഇതിനെ വീണ്ടും രംഗത്ത് കൊണ്ടുവന്ന് അനൈക്യമുണ്ടാക്കി ഇവിടുത്തെ അത് പല പ്രേരണയും അതിനുണ്ട്. ഒരു സമുദായത്തിൻ്റെ മാത്രമല്ല, ഇന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഉള്ള പിന്നെ ഇടപെടലുകളും അതിലുണ്ട്. ഓരോരുത്തരുടെയും വോട്ടവകാശം ആണല്ലോ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അതിൽ കുറേ സന്ദർഭത്തിനനുസരിച്ച് ചൂഷണം ചെയ്യാനുള്ള ശ്രമങ്ങളും അതിൽ പുരോഹിതന്മാരുടെ പങ്കും അവരിതിൽ അങ്ങനെ ഇടപെടാറുണ്ടായിരുന്നില്ല. ഇപ്പം ഇത്തരം കാര്യങ്ങളിൽ ഒരു മനസ്സിൽ പലതും അവർ മുന്നിൽ കാണുന്നുണ്ട്. ഞങ്ങളിതിനെ പ്രതികരിക്കാതിരിക്കുന്നത് പിന്നെ ഇതിന് ആക്കം കൂടണ്ട എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അതൊരു വിവേകപൂർണ്ണമായിട്ടുള്ള, അല്ലാതെ എതിർപ്പോ വിമർശനങ്ങളോ ഇല്ലാത്തത് കൊണ്ടല്ല. ഇവരുടെ ഒരുപാട് വീക്ഷണങ്ങളോട് നമുക്ക് എതിർപ്പുണ്ട്. പക്ഷേ ആ എതിർപ്പ് ഒരു പ്രബോധന രംഗത്ത് നിലനിർത്തുകയും സമൂഹത്തെ ഉത്ബുദ്ധരാക്കുകയും ചെയ്യുക എന്നല്ലാതെ ഇത്തരം താൽക്കാലികമായ രാഷ്ട്രീയമായ ദുരുദ്ദേശങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോൾ അതിൽ കക്ഷി ചേർന്ന് അതിനെ വളർത്തി ഇവിടെ സമാധാന അന്തരീക്ഷത്തിന് തടസ്സമാകുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം. വളരെ നന്ദി. വളരെ കൃത്യമായിട്ട് തന്നെയാണ് പറയുന്നത്. കാരണം പെൺകുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിവേചനത്തോടു കൂടിയുള്ള വിദ്യാഭ്യാസത്തെ തങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇസ്ലാം മതവിശ്വാസികൾക്ക്, ഇസ്ലാം മതത്തിലുള്ള പെൺകുട്ടികൾക്ക് തങ്ങളാണ് വിദ്യാഭ്യാസത്തിൽ വളരെ സംഭാവനകൾ നൽകിയെന്നുള്ള കാര്യം കൂടി പറയുന്നു. അതോടൊപ്പം തന്നെ മുസ്ലിം സമിതി ഇപ്പോൾ പറയുന്ന ഏതെങ്കിലും തരത്തിൽ മുസ്ലിം വിശ്വാസത്തെ വൈകല്യത്തോടെ ഞങ്ങളല്ല അവതരിപ്പിച്ചത്, അത് മറ്റുള്ളവർ തന്നെയാണ്, അതുകൊണ്ട് ഞങ്ങൾക്കതിൽ പങ്കില്ല എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത്. വളരെ കൃത്യമായി തന്നെ അദ്ദേഹം മറുപടി പറയുന്നു. കോഴിക്കോട് നിന്നും ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ.